ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഗെത്സമൻ തോട്ടത്തെക്കുറിച്ചാണ്. വളരെ പ്രതീക്ഷയോടെയാണ് കർത്താവ് ഗെത്സമൻ തോട്ടത്തിലേക്ക് വരുന്നത്. അവിടെ അവന് ഒരു പ്രാർത്ഥന മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന്. പക്ഷേ ആ അപേക്ഷ ഉപേക്ഷിക്കപ്പെടുകയാണ്. ആ അപേക്ഷ ഉത്തരമില്ലാതെ മാറുകയാണ്. മാത്രമല്ല, തനിക്ക് കൂട്ടിരിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിരുത്തിയിട്ടും അവരവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. തീർത്തും ഒറ്റപ്പെട്ട ഏകാഗിയായ തോറ്റുപോയ ഒരു യേശുവിനെയാണ് ഗെത്സമൻ തോട്ടം നമുക്ക് കാണിച്ചു തരിക. തോൽവിയാണെങ്കിലും പരാജയമാണെങ്കിലും പിന്മാറലാണെങ്കിലും അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. വൈകാരികമായ മാനുഷികമായ എല്ലാത്തിനോടും വിട പറഞ്ഞു പിതാവിൻ്റെ പദ്ധതിക്ക് ഈശോ പൂർണ്ണമായിട്ട് പരുവപ്പെടുന്നത്, രൂപാന്തരം പ്രാപിക്കുന്നത് ഗെത്സമൻ തോട്ടത്തിലാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കും ഉണ്ടാവും ഒറ്റപ്പെടലിൻ്റെ, തിരസ്കൃതനാകുന്നതിൻ്റെ എല്ലാം അനുഭവങ്ങൾ. വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഓടിച്ചെല്ലുന്ന ചില ഗെത്സമൻ തോട്ടങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, മാനുഷികമായിട്ടും ഭൗതികമായിട്ടും നഷ്ടങ്ങളാണ് സംഭവിക്കുന്നതെങ്കിലും ഗെത്സമൻ തോട്ടങ്ങൾ നമ്മളെ പരുവപ്പെടുത്തുന്നുണ്ട്, രൂപാന്തരപ്പെടുത്തുന്നുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് നമ്മളെ ഒരുക്കുന്നുണ്ട്. ഈ നോമ്പുകാലത്തിൽ നമുക്ക് ചില ഗെത്സമൻ തോട്ടങ്ങളിലൂടെ പോകാനായിട്ട് സാധിക്കട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ വിലയും നിലയും മനസ്സിലാക്കാൻ, അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ, എൻ്റെ വിളി തിരിച്ചറിയാൻ, അതനുസരിച്ച് എൻ്റെ ജീവിതത്തിന് മാറ്റുകൂട്ടുവാനുള്ള ഗെത്സമൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ഈ നോമ്പുകാലം എന്നെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.